ബാംഗ്ലൂർ കോശിഷ് കോളേജ് BBA ഏവിയേഷൻ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനി സെന പർവീൻ ഇന്നലെ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. 19 വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. കൂർഗ് മടഗിരി സ്വദേശിനിയാണ് സെന പർവീൻ. വളരെ ആക്റ്റീവായിരുന്ന ഒരു കുട്ടിയാണ് സെന പർവീൻ. മാത്രമല്ല നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. കോശിഷ് കോളേജിൽ പഠിച്ചിരുന്ന റിഫാസുമായിട്ട് സെന റിലേഷൻഷിപ്പിലായി. തൃശൂർ ചാവക്കാട് സ്വദേശിയാണ് റിഫാസ്. റിഫാസ് സെന പർവീന്റെ സീനിയർ കൂടെ ആയിരുന്നു. റിഫാസുമായിട്ട് റിലേഷൻഷിപ്പിലായതിനു ശേഷം പല കാര്യങ്ങളിൽ നിന്നും സെന മാറിയിരുന്നു. അതിന് കാരണം തന്നെ റിഫാസിന്റെ ടോർച്ചറിംഗ് ആണ്. മാനസികമായി പലതവണ റിഫാസ് സെന പർവീനെ ടോർച്ചർ ചെയ്തു. ആൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സിനോട് മിണ്ടാൻ പാടില്ല എന്നുള്ള വിലക്കുകൾ, എന്തിനും ഏതിനും തെറി വിളിക്കുക, ചോദ്യം ചെയ്യുക എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സെന പർവീന്റെ കയ്യിൽ നിന്ന് പണവും ഗോൾഡും റിഫാസ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ട്. സെന പർവീൻ ഇതിനു മുമ്പ് ഒരു തവണ റിഫാസിന്റെ ടോർച്ചറിംഗ് കാരണം കോശിഷ് കോളേജിൽ വെച്ചിട്ട് ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഒരുപക്ഷെ ആരൊക്കെ കണ്ടതുകൊണ്ട് സെന അതിൽ നിന്ന് പിന്മാറി. കോശിഷ് കോളേജിന് ഈ സൂയിസൈഡിലുണ്ടായ അനാസ്ഥ ചെറുതല്ല. ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാനോ ഇങ്ങനെ ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടെന്ന് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കാനോ അവരൊരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല കോശിഷ് കോളേജ്. ഇതിനൊക്കെ പുറമെ സെന പർവീൻ മരിച്ചതിന് ശേഷം സെന പർവീന്റെ പേരന്റ്സ് എത്തുന്ന സമയത്ത് കോശിഷ് കോളേജിൽ ഒരു ടീച്ചേഴ്സ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. സെന പർവീൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കോശിഷ് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസം കച്ചവടമാക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു ആപത്തൊരു വിദ്യാർത്ഥിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി തോന്നണം.